തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ. അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ, തീക്കനൽ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവിൻ്റെ വരവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഇത് കർത്താവിൻ്റെ വരവിന് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് കുർബാന എന്ന കൂദാശ. ആ വരവിന് വേണ്ടിയുള്ള ഒരുക്കം ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടെ വിശുദ്ധരാകുവാൻ, അപ്പോൾ അത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. യു പ്രൊക്ലെയിം ദ ലോർഡ്സ് ഡെത്ത് അൻറ്റിൽ ഹി കംസ്. ദ ലോർഡ്സ് സപ്പർ ഈസ് ആൻ ആക്റ്റഡ് സെർമൺ, ഒരു പ്രൊക്ലമേഷനാണ്. അപ്പോൾ അത് യേശു കർത്താവ് മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നു, അവൻ വീണ്ടും വരും, അവൻ്റെ വരവിനായി ഞാൻ ഒരുങ്ങുകയാണ്. അതാണ് കുർബാന എന്ന് പറയുന്നത്. പലപ്പോഴും അതിനെ വികലമായി കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ അതിലുള്ള ഊർജം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമൂഹത്തെ കാണുവാൻ സാധിക്കും. അതൊരു ഊർജമാണ്. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഊർജം. ഏറ്റവും വലിയ എനർജി എന്ന് പറയുന്നത് ഈ ഊർജമാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യാൻ. അത് വിവിധ പേരുകളിൽ സഭകളൊക്കെ പറയുമ്പോൾ കർത്താവിൻ്റെ അത്താഴം, ഹോളി കമ്മ്യൂണിയൻ, ഹോളി മാസ്, ദിവ്യബലി, വിശുദ്ധ യൂക്രിസ്റ്റ്, പല ഭാഷകളിലും അർത്ഥത്തിലും പറയുമ്പോൾ പലരതിനെ പല അർത്ഥത്തിൽ തിയോളജിക്കൽ മീനിങ് കൊടുക്കുന്നുണ്ട്. ഏതെല്ലാം മീനിങ് ആരെല്ലാം എന്തെല്ലാം കൊടുത്താലും കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഇത് നിങ്ങളെൻ്റെ ശരീരം, എൻ്റെ രക്തം. ഇത് ഒരു അത്ഭുതം നടക്കുന്നത് തന്നെയാണ്. ഇത് അതിനെ സ്വീകരിക്കുമ്പോൾ അതിൽ അത്ഭുതം നടക്കും. ഇത് കൊടുക്കുമ്പോൾ അത്ഭുതം നടക്കും. ഇത് സ്വീകരിക്കുമ്പോൾ അത്ഭുതം നടക്കും. പല വാർത്തകളുണ്ടല്ലോ. ആ അത്ഭുതം നടക്കുന്നത് വ്യക്തിപരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇത് കർത്താവിൻ്റെ അത്താഴം എന്ന് പറയുന്നതൊരു പ്രഘോഷണമാണ്. ലുക്കിംഗ് ബാക്ക് ഓൺ ക്രൈസ്റ്റ് ലൈഫ് ആൻഡ് ഡെത്ത് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ഹിസ് സെക്കൻഡ് കമ്മിങ്. യേശു കർത്താവിൻ്റെ പങ്കപ്പാടുകളെ ഒന്ന് ഓർക്കുവാൻ, യേശു കർത്താവ് കഷ്ടം സഹിച്ചു എന്ന് ഓർക്കുവാൻ, ആ യേശു കഷ്ടം സഹിച്ച കഷ്ടത്തിൻ്റെ ഭാഗമായി മാറുവാൻ, യേശുവിന് വേണ്ടി കഷ്ടം സഹിക്കുവാൻ ഞാൻ തയ്യാറാകുന്ന ഒരു ഓർമ്മ. അങ്ങനെയാണ് ഞാനത് സ്വീകരിക്കുന്നത്. കൈകൾ ഇങ്ങനെ വെച്ച് സ്വീകരിക്കുമ്പോൾ, കുരിശിൻ്റെ ആകൃതിയിൽ കൈകൾ വെച്ച് സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് നമുക്കത് കർത്താവിൻ്റെ അത്താഴത്തിൽ കർത്താവിൻ്റെ ശരീരം കർത്താവിൻ്റെ രക്തത്തിൽ മുക്കി നമ്മളിലേക്ക് തരുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതം അതിലൂടെ ക്രിയ ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവിലൂടെ ക്രിയയാണ്. അതുകൊണ്ട് കഴിവുണ്ടെങ്കിൽ കുർബാനകൾ മുടക്കരുത്. കുർബാന ഒരിടത്ത് പ്രഖ്യാപിക്കുന്നെങ്കിൽ അവിടെ നിങ്ങൾ പോയി പങ്കെടുക്കണം. വിശുദ്ധ കുർബാന കൊള്ളണം, കുർബാന സ്വീകരിക്കണം. സഭാവിഭാഗങ്ങളൊക്കെ അതിന് അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ട്. അതിർവരമ്പുകളില്ലാത്തടത്ത്, അതിർവരമ്പുകളില്ലെങ്കിലും അതിർവരമ്പുകൾ ഉണ്ടെങ്കിലും അതിൽ പോയി അതിൽ പങ്കെടുത്താൽ തന്നെ അവിടെ നിങ്ങൾക്ക് ആ ലഭിച്ച ആ കുർബാനയിലൂടെ ലഭിക്കുന്ന ഒരു അനുഗ്രഹമുണ്ട്. അത് നിങ്ങളതിൽ പങ്കെടുക്കുവാൻ ഉള്ള ഭാഗ്യം, നിർഭാഗ്യം കൊണ്ടോ അത് അവസ്ഥ ഉണ്ടായില്ലെങ്കിൽ പോലും നിങ്ങളതിൽ നിറഞ്ഞു മടങ്ങി വരാൻ സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അതിൽ പൂർണ്ണമായി ശരണപ്പെട്ട് നമ്മൾ റിപ്പൻ്റ് ചെയ്ത് ആ കുർബാനയിൽ പങ്കെടുത്ത് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും കർത്താവ് കഷ്ടപ്പെട്ടത്, കഷ്ടപ്പാടിൻ്റെ അതിൻ്റെ ആ പങ്കപ്പാടുകളെ ഓർത്ത് നമ്മൾക്കത് സ്വീകരിക്കുവാൻ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്ന് മേപ്പാടി CSI പള്ളിയിൽ കുർബാന അർപ്പിക്കുമ്പോൾ അവിടെയുള്ള ദൈവജനത്തോട് ചേർന്ന് ദൈവമേ, ഈ സ്ഥലം ദൈവിക ശക്തിയുടെ ഭാഗമാക്കി നീ മാറ്റിയെടുക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും ലോകത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളിൽ ഭയവഹിതരായി തീരാതെ അതിനെ നേരിടാനുള്ള ശക്തിയും കരുത്തും നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ വിശുദ്ധി കൊണ്ടും നമ്മളതിനെ തൻ്റെ ഇടത്തോടെ നേരിടുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. നമ്മളവരെ മറ്റവരെക്കാൾ ആരെക്കാളും നല്ലവരായിട്ടല്ല ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. മതവിഭാഗ ഭേദമന്യോടെയുള്ള ആളുകൾക്ക് പ്രയാസത്തിലും പ്രതികൂലങ്ങളിലും കഴിയുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും അവിടെ നൽകപ്പെടുമ്പോൾ, സ്വീകരിക്കപ്പെടുമ്പോൾ ഒരു പുതിയ അനുഭവം, അതാണ് എന്നെ ഭരിക്കുന്നത് വ്യക്തിപരമായി. ഈ കുർബാനയുടെ ഊർജ്ജം, കുർബാനയുടെ ശക്തി അത് ശക്തമായി തന്നെ മുൻപോട്ട് കർത്താവ് നടത്തും. കർത്താവാണ് നടത്തുന്നത്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ ഭാവി ജീവിതത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ ശക്തമായി വ്യാപരിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശരീരരക്തങ്ങളെ ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ അങ്ങ് വഹിച്ച കഷ്ടപ്പാടുകളെ, പങ്കപ്പാടുകളെ ഓർത്തുകൊണ്ട് അങ്ങയുടെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീലുമാർ, WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് സർവീസ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്നവർ, ബെഡിനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, അധ്യാപകർ, പ്രഥമാധ്യാപകർ, ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർ, കർത്താവിൻ്റെ കരുണകൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കണമേ. വിവിധ ചാനലുകൾ, കർത്താവെ, ഫോട്ടോഗ്രാഫേഴ്സ്, കർത്താവിൻ്റെ വരവിന് മുമ്പായി ഈ വലിയ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുവാൻ സഹായിക്കണമേ. ലോക സംഭവങ്ങൾ തിരിഞ്ഞു മറിയുമ്പോൾ, കർത്താവെ, പലതിലും ഞങ്ങൾ പഴിയാരുമ്പോൾ, എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ഈ ഭൂമി ഉള്ളതുകൊണ്ട് ഞങ്ങളാൽ ആവോളം കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നിലനിന്ന് പ്രവർത്തിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശു ആരാധന, യേശു മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.